ഭാഗ്യം, ഇവിടെയാണ് ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ ആകുമ്പം പോലീസിനെ പേടിക്കണ്ടല്ലോ. എന്തായാലും ഈ കല്ലിവിടെ അടയാളമായിട്ട് വയ്ക്കാം. ആരും അറിയേല. ഇനി എന്തായാലും പോയേക്കാം. ആരെങ്കിലും കണ്ടാലോ? ആരും കണ്ടു കാണിയേല. പോയേക്കാം. ഹായ്. ഓ, എത്ര നാളെ ഇവിടെയൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ജോണി ഇല്ലാത്തതുകൊണ്ട് ഒരു രസവുമില്ല. ഓ രേണുകേ, ഞാൻ ജോളിയെ വിളിച്ചതാ. അവള് വരണ്ടേ? ഓ, വിളിക്കുമ്പോ ഒക്കെ ഭയങ്കര ഗമയാ. ഓ, ഇനി അതും ഇതും പറഞ്ഞ് ബഹളം ഉണ്ടാക്കണ്ട. അല്ല, ഇതേതാ സ്ഥലം? ഒരു പിടുത്തവും ഇല്ലല്ലോ. അത് ശരിയാണല്ലോ, ഇതേതാ സ്ഥലം? ഒരു പിടിയല്ലല്ലോ, ആരും കാണാനും ഇല്ലല്ലോ. ഏത് സ്ഥലമാണെങ്കിലും നമുക്ക് അങ്ങ് അടിച്ചു പൊളിക്കാം. ആ, നമ്മുടെ ചിമ്പൻ കൂടില്ലാത്തത് വളരെ കഷ്ടായി പോയി. ആ, എന്റെ മുട്ടു, ഞാൻ ആ ചിമ്പനെ വിളിച്ചതാ. അവൻ ഏത് സമയം ഓർക്കാ. അത് പിന്നെ പറയണോ? ചിമ്പൻ അല്ലേലും ഒരു ഉറക്കം തൂങ്ങിയല്ലേ. ചിമ്പൻ കേൾക്കണ്ട. ഹായ്, നല്ല രസാ ഇവിടെയൊക്കെ ഓടി നടക്കാൻ. ആഗ്രഹമൊക്കെ കൊള്ളാം. നിന്നെ കണ്ടാൽ ഇവിടുത്തെ ആളുകൾ വിടില്ല. അവര് നിന്നെ പിടികൂടും. അതാണ് എന്റെ പേടി. കാടില്ലാതായപ്പോൾ മാളങ്ങളിലൊന്നും കഴിയാൻ പറ്റാതായി. ഇനിയിപ്പോ എന്നെ പോലുള്ളവർ എന്തു ചെയ്യും? ഓ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെയൊക്കെ കാര്യം പോക്ക് തന്നെ. അങ്ങനെ പറയണ്ട. മനുഷ്യർ കാടില്ലാതാക്കിയതിന്റെ ദുരന്തം അവർ തന്നെ അനുഭവിക്കുന്നുണ്ട്. ഈ പാച്ചുവിന്റെ ഒരു കാര്യം, എന്ത് പറഞ്ഞാൽ അവന്റെ ഒരു കാട്. നിങ്ങൾക്ക് അതൊക്കെ പറയാം. ഞങ്ങളുടെ വേദന ഞങ്ങൾക്കല്ലേ അറിയൂ, അല്ലേ മുട്ടു? പാച്ചു പറഞ്ഞ ശരിയാ. ആട്ടെ, നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോയാലോ? അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ നല്ല രസാ. നല്ല പാറക്കൂട്ടങ്ങളും കുളങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. നല്ല രസമാ. രേണു, നമുക്ക് അവിടേക്കൊന്ന് പോയാലോ? ശരി ശരി, നമുക്ക് അവിടേക്ക് പോകാം. നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ ഈ ചെരുപ്പുകളൊക്കെ ഇട്ടാൽ ബുദ്ധിമുട്ടാവുമല്ലോ. ഇനി അതിനെന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ചെരുപ്പുകളൊക്കെ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചാലോ? അത് വേണ്ട. നമുക്കിതെല്ലാം കൂടെ ചാക്കിൽ കെട്ടി മണ്ണിൽ കുഴിച്ചിടാം. എന്താ, എന്ത് പറയുന്നു? അത് നല്ല ഐഡിയ. നീ ആള് മിടുക്കൻ തന്നെ. നമ്മൾ എല്ലാ സ്ഥലവും കറങ്ങി തിരിച്ചു വരുമ്പോ അതെടുക്കാം. എന്തു പറയുന്നു? ഓ, അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. പറഞ്ഞതുപോലൊന്നുമല്ല.
ആ വികൃതിയാണെങ്കിലും ആവശ്യത്തിന് എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. ശരി, എങ്കിൽ ഇനി താമസിക്കണ്ട. നിങ്ങൾ എല്ലാവരും അവരവരുടെ ചെരുപ്പുകൾ ഊരിക്കോളൂ. ദേ, എന്റെ ചെരുപ്പ് നല്ല വിലയുള്ളതാണ്, അത് കളയരുത്. എന്റെ ഷൂവും വില കൂടിയതാ. വയ്യ, ഇവന്മാരുടെയൊക്കെ ചെരുപ്പിന് എന്തൊരു ഭാര. നടന്നു നടന്നു മടുത്തു. കാല് വേദനിച്ചിട്ട് വയ്യ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതെവിടെയൊന്ന് കുഴിച്ചിടുന്നേ. ആ, ഇവിടെ തന്നെ. ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിവിടെ ഭദ്രമായിട്ടിരിക്കും. ഇനി എന്താ ഇതിനൊരു അടയാളം വെക്കുന്നേ? കണ്ട തിരിച്ചറിയണമല്ലോ. ആ, ഈ കല്ലെടുത്ത് ഇതിന്റെ മുകളിൽ വെക്കാം. ഈ കല്ല് തന്നെ കണ്ട പോലെയല്ല, നല്ല ഭാരം. നാരായണത്ത് ഭ്രാന്തൻ ഉരുട്ടിക്കളിച്ച കല്ല് പോലെ ഉണ്ടല്ലോ. ഇവമേ, ആശ്വാസമായി. ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. പോയേക്കാം. അവശനായി, വല്ലാത്ത ദാഹം. പാച്ചു, നീ വെള്ളമെടുക്കാൻ മറന്നുപോയല്ലേ? അത് കാലിൽ ചെരുപ്പില്ലാത്തത് കൊണ്ട് വല്ലാത്ത വേദന. എനിക്കങ്ങ് വയ്യ രേണു. ഓ, അതൊന്നും സാരമില്ലെന്നേ. സമയം ഒരുപാടായി, ഇവിടുന്ന് നമുക്ക് പോകാം. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാം. അയ്യോ, ഞാനില്ല. ഒരുപാട് വൈകിയാൽ പിന്നെ ഹോസ്റ്റലിൽ ചെന്ന് കയറ്റില്ല. അതൊന്നും സാരമില്ല. സ്വൽപ്പമൊക്കെ താമസിച്ചാലും വാർഡിനോട് ഞാൻ പറഞ്ഞോളാം. എങ്കിൽ വാ, നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാം. അവിടെയൊക്കെ നല്ല രസമാണെന്നേ. ഹായ്, ഇവിടെ എന്ത് നല്ല രസമല്ലേ? നേരത്തെ വരേണ്ടതായിരുന്നു ഇവിടെ, അല്ലേ മാത്യു? അതെ അതെ, ഇവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാ. ഓ, ഇതൊക്കെ കാണാൻ നമ്മുടെ ദീപുവും ജോളിയും വേണമായിരുന്നു. കഷ്ടം, അവര് വന്നില്ലല്ലോ. ആ, അത് സാരമില്ല, അവരെ ഞാൻ വിളിച്ചതാ. അവർക്ക് സമയമില്ലെന്ന് എനിക്കറിയാം. എന്തായാലും നമുക്കിന്ന് അടിപൊളിയൊന്ന് കളിക്കണം. ഓ, സമയം ഒരുപാടായി, നമുക്കങ്ങ് തിരിച്ചു പോയാലോ? രേണുകെ, നമുക്ക് അല്പസമയം കൂടി കഴിഞ്ഞു പോകാം. എന്താ? മാത്യു, നീ ആ ചപ്പൽ എടുത്തതാ. എനിക്കതില്ലാതെ നടക്കാൻ പറ്റില്ല. ഈ രേണുകയുടെ ഒരു കാര്യം, നമുക്കേ എങ്കിൽ പോയി ആ സാധനം എടുത്താലോ പാച്ചു? ഓ, അപ്പൊ മാത്യുവിനും ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റില്ല അല്ലേ? പാച്ചുവിന്റെ ഒരു കാര്യം, എന്തു പറഞ്ഞാലും ഒരു വിമർശനം. ആ, അതാണ് ഈ പാച്ചുവിന്റെ കാര്യം. വികൃതിയല്ലേ വികൃതി. നീ ഒന്നും മിണ്ടാതിരിക്കടാ. നിന്റെ അഭിപ്രായം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. പാച്ചുവും മാത്യുവും കൂടി പോയി നമ്മുടെ എല്ലാം ചപ്പൽ എടുത്തോണ്ട് വരും, അല്ലേ? പ്ലീസ്, രണ്ടുപേരും വന്ന് പോയിട്ട് വരൂ. ആ ശരി, ഞാൻ പോകാം. അല്ലാതെ എന്ത് ചെയ്യാനാ, എന്റെ ഒരു വിധി. എന്റെ ദൈവമേ, കയറ്റം കൂടിയോ? ചെരുപ്പില്ലാതെ നടന്ന കാല് വേദനിച്ചിട്ടും വയ്യ. എന്തു വന്നാലും എന്റെ തലയിലേക്ക് ദേ മാത്യു, നീ വെച്ച കല്ലിവിടെ കാണുന്നില്ലല്ലോ. ഇതാരെ മാന്തിയേ? ശരിയാണല്ലോ. സാരമില്ല, നീ പേടിക്കാതെ. ഒരുപക്ഷെ ആരെങ്കിലും അതെടുത്ത് മാറ്റിയതായിരിക്കും. നമുക്കെന്തായാലും ഒന്ന് മാറി മാന്തി നോക്കാം, ചിലപ്പോ കിട്ടിയാലോ. എന്താണ് ഇനി കിട്ടാൻ പോകുന്നത്? ചെരുപ്പ് പോയിന്ന് തോന്നണേ. ദൈവമേ, എല്ലാം പോയല്ലോ. ഈ കവറങ്ങ കറുത്തു പോയല്ലോ.
അയ്യോ, ഇത് നമ്മുടെ ചാക്കുകെട്ടല്ലോ. ഇത് മാറിപ്പോയി. എന്തായാലും നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ചതി പറ്റിയല്ലോ. ഞാൻ കുഴിച്ചിട്ട സ്ഥലം ഈ പിള്ളേരെങ്ങനെയാ കണ്ടെത്തിയത്? അത് പിടിച്ചു വാങ്ങാന്ന് വെച്ചാൽ ആ കുരങ്ങനെങ്ങാനും ഉപദ്രവിച്ചാലോ? എന്റെ സ്വർണവും പോയി, എല്ലാം പോയി. ഇതാരാ അവിടെ കുഴിച്ചിട്ടത്? ഇതാരെങ്കിലും മോഷ്ടിച്ചതാണെങ്കിലോ? അതെ അതെ, അതാണ് എന്റെയും സംശയം. ഇനിയിപ്പോ നമ്മൾ എന്തു ചെയ്യും? മാത്യു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? അത് ശരിയാ, പാച്ച പറഞ്ഞതാണ് ശരി. ഗുരുജി പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ഒന്നും അപഹരിക്കരുതെന്ന്. തിരക്ക് കൂട്ടാതെ ചങ്ങാതിമാരെ, നമ്മൾ ഇത് മോഷ്ടിച്ചതൊന്നും അല്ലല്ലോ. പിന്നെന്താ? പിന്നെ ദൈവം നമുക്ക് തന്ന ഗിഫ്റ്റായിട്ട് കണ്ടാ മതി. ഏറെ നാളായി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തിന്? ഒരു പുതിയ കമ്പ്യൂട്ടർ മേടിക്കാനുള്ള പണത്തിന്. എന്നിട്ട് അങ്ങനെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ തന്ന പണമാണിത്. ഇത് നമ്മൾക്ക് തന്നെ അവകാശപ്പെട്ടതാ. അത് പറ്റില്ല, അത് ശരിയാവില്ല മാത്യു. ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ ഇത് ആരോടും പറയാതിരുന്നാ മതി. മാത്യു, ഇത് ശരിയാവില്ല. ഗുരുജി മാഷ് പറഞ്ഞാൽ വഴക്ക് പറയും. അന്യന്റെ മുതൽ നമുക്ക് പറ്റില്ല. പാച്ചു, നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ നീ ഇടപെടരുത്. മാത്യു, നീ എന്തിനാ പാച്ചുവിനെ വഴക്ക് പറയുന്നത്? അവൻ പറയുന്ന ഈ കാര്യമില്ല, അത്ര തന്നെ. പാച്ച പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇത് നമുക്ക് അർഹതപ്പെട്ടതല്ല, ഇത് നമുക്ക് വേണ്ട. അതെ, അതാണ് മാത്യു നല്ലത്. ഇത് നമുക്ക് വേണ്ട. പാച്ചു, ഇത് നമ്മൾ എടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതാരും അറിയാൻ പോകുന്നില്ല. മാത്യു, അത് നിന്റെ തോന്നലാണ്. ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട്. മാത്യു, ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം അതാണ്. ഇത് നമുക്ക് അവകാശപ്പെട്ടതല്ല, ഇത് നമുക്ക് വേണ്ട, വേണ്ട. ഇത് ഞാനാണ് കണ്ടുപിടിച്ചത്, എനിക്ക് അവകാശപ്പെട്ടതാ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടരുത്. ഇത് ഞാൻ എടുക്കും. ഈ പണം എന്റേതാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഗുരുജി എന്ന് വിളിച്ച് വിവരം പറഞ്ഞാലോ? വേണ്ട, മാഷിനെ ആദ്യം വിളിക്കാം, അതിനുശേഷമാകാം ഗുരുജിയുടെ കാര്യം. അത് ശരിയാ, ആദ്യം നമുക്ക് മാഷിനെ വിളിക്കാം, അതാ നല്ലത്. ഈ മാത്യുവിന്റെ ഒരു കാര്യം, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഹോ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇതിനൊരു തീരുമാനമാവാതെ അവൻ നമ്മോടൊപ്പം വരില്ലെന്നാ പറയുന്നേ. എന്താ ചെയ്യാ? ഇത് കിട്ടിയ വിവരം നമ്മൾ പുറത്താരോടും പറയരുത്, അതാണ് അവന്റെ ആവശ്യം, അല്ലേ? നമ്മൾ പുറത്തു പറയുമോ എന്നൊരു പേടിയുണ്ട് മാത്യുവിന്. മറ്റുള്ളവർ അറിഞ്ഞാൽ കുഴപ്പമാണല്ലോ. രേണുകേ, വേഗം വിളിച്ച് മാഷിനോട് വിവരം പറ. മാഷ് എന്തു പറയും നോക്കാലോ. അപ്പൊ ശരി, നിങ്ങൾക്കെല്ലാം നിർബന്ധമാണെങ്കിൽ ഞാൻ മാഷിനെ വിളിക്കാം. എന്ത് ചെയ്യാനാ, ഈ മാറ്റ് കാരണം ഒരു സ്വസ്ഥതയുമില്ല. ഹലോ, ഹലോ, മാഷല്ലേ? ഹലോ മാഷേ. പിന്നെ അതുണ്ടല്ലോ. പിന്നെ മാഷേ. ശരി 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 ശരി. രേണുകേ, പറയൂ, എന്താണ് മാഷ് പറഞ്ഞത്? വേഗം പറയൂ. ഭാഗ്യം, ദൈവം നമ്മളെ രക്ഷിച്ചു. എന്തു പറ്റി രേണുകേ? ആ തൊപ്പിക്കാരൻ മോഷ്ടിച്ച സാധനങ്ങളാ ഇത്. തൊപ്പിക്കാരനെ പോലീസ് പിടിച്ചു. തൊപ്പിക്കാരൻ പോലീസിനോട് ഇത് കുഴിച്ചിട്ട സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ ഗുരുജിയെ വിളിച്ചു. പോലീസുകാർ ഇവിടേക്കും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഭാഗ്യം. എങ്കിൽ പിന്നെ ആ വിവരം മാത്യുവിനോട് പറയാം. അത് വേണ്ട, മാത്യുവിനോട് മാഷ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. അവരിപ്പോൾ ഇങ്ങ് വരും. രേണുകേ, ക്ഷമിക്കണം, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. സോറി. സാരമില്ല, ഞാൻ അറിഞ്ഞു. കാര്യങ്ങളൊക്കെ മാഷിനെ വിളിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു. നമ്മൾ ഈ കളവ് മുതൽ കണ്ടുപിടിച്ചതിന് ഒരു പാരിതോഷികവുമായിട്ടാണ് പോലീസുകാരുടെ വരവ്. അതേതായാലും വളരെ നന്നായി. ലക്ഷങ്ങൾ വരുന്ന സാധനങ്ങളല്ലേ നമ്മൾ കണ്ടുപിടിച്ചു കൊടുത്തത്. ഇപ്പോൾ മനസ്സിലായില്ലേ മാത്യു? നമുക്ക് അർഹതയുള്ളത് നമുക്ക് കിട്ടും, അർഹതയുള്ളതേ നമുക്ക് ഉപകരിക്കൂ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ?
ആ